നേറെ കാലത്തിന് ശേഷം സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നത്. സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുമ്പോൾ വെള്ളാപ്പള്ളി എടുത്ത ചില നിലപാടുകൾ, അതായത് പ്രത്യേകിച്ച് വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെള്ളാപ്പള്ളി എടുത്ത നിലപാട് അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അതേ അർത്ഥത്തിൽ തന്നെ സുകുമാരൻ നായരും വി.ഡി. സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് NSS ജനറൽ സെക്രട്ടറി വലിയ വിറളി പിടിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ സഭാ സിനഡ് നടക്കുന്ന സമയത്ത് വി.ഡി. സതീശൻ എറണാകുളത്തെത്തി അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തു, അവിടെ സന്ദർശനം നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശന വിഷയമായി NSS ജനറൽ സെക്രട്ടറി ഉയർത്തിക്കൊണ്ടുവരുന്നത്. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാനില്ലെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ഇവിടെ 1.5 മണിക്കൂർ നേരം തൻ്റെ തിണ്ണയിൽ വന്നിരുന്നിട്ടുണ്ട്. പലവട്ടം അതിന് മുമ്പും പിൻപും വന്നിരുന്നിട്ടുണ്ട് എന്നാണ് NSS ജനറൽ സെക്രട്ടറിയുടെ ആക്ഷേപം. മാത്രമല്ല, അങ്ങനെ സമുദായ നേതാക്കളെ ഒപ്പമില്ല, അല്ലെങ്കിൽ സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങാൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്തിന് സഭാ സിനഡ് നടന്ന സ്ഥലത്ത് പോയി എന്ന ചോദ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്, ഉയർത്തുന്നുണ്ട് NSS ജനറൽ സെക്രട്ടറി. മാത്രമല്ല, വി.ഡി. സതീശനെതിരെ മറ്റ് പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും NSS ജനറൽ സെക്രട്ടറി ഉന്നയിക്കുന്നു, SNDP ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ടുപേരും പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് അവർ ലക്ഷ്യമിടുന്നത്, രണ്ടുപേരും ലക്ഷ്യമിടുന്നത് കോൺഗ്രസിൽ വി.ഡി. സതീശനെ മാത്രമാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയാവട്ടെ, KC വേണുഗോപാൽ ആകട്ടെ, ഇവരൊക്കെ കോൺഗ്രസിലെ മാന്യന്മാരായ നേതാക്കളാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് NSS ജനറൽ സെക്രട്ടറി. ഇവർക്ക് രണ്ടുപേരും ലക്ഷ്യമിടുന്നത് വി.ഡി. സതീശനെ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരോട് പരിഭവമില്ല, പിണക്കമില്ല എന്ന് NSS ജനറൽ സെക്രട്ടറിയും SNDP ജനറൽ സെക്രട്ടറിയും പറയുന്നു. രണ്ടുപേരും KC വേണുഗോപാലിൻ്റെയും ഒപ്പം രമേശ് ചെന്നിത്തലയുടെയും പേരെടുത്ത് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഒടുവിൽ സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനത്തിൽ സുകുമാരൻ നായർ AK ആന്റണിയെ പോലും പുകഴ്ത്തി പറയുന്നുണ്ട്. അതെ, മറ്റു നേതാക്കളെയൊക്കെ പുകഴ്ത്തി പറയുമ്പോഴും ലക്ഷ്യമിടുന്നത് വി.ഡി. സതീശനെ തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം മനസ്സിലാകുന്നത്. ശരി സുനിൽ.